ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. ഈ എസ്സേ എഴുതിയിട്ടുള്ളത് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ആ ഒരു ഓഥർ ആളുടെ എസ്സേകൾക്കാണ് ഫേമസ് ആയിട്ടുള്ളത്. മെയിൻലി ആളുടെ എഴുത്തുകൾ കൂടുതലായിട്ട് എഴുതിയിരുന്നത് എസ്സേ ആണ്. വിച്ച് മീൻസ് ആളുകൾക്ക് ടീച്ച് ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ആൾക്കാർക്ക് കുറച്ച് അഡ്വൈസോ ഇൻസ്ട്രക്ഷനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ആളുടെ എസ്സേസ് ഒക്കെ എഴുതിയിരുന്നത്. അപ്പോൾ അതിൽ പെട്ട ഒരു എസ്സേ ആണ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ എസ്സേ ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപായിട്ട് ആരാണ് ഫ്രാൻസിസ് ബേക്കൺ, ആളിനെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഫ്രാൻസിസ് ബേക്കൺ ലണ്ടനിൽ ജനിച്ച് സർ നിക്കോളാസ് ബേക്കൺ എന്ന പേരാണ് ആളുടെ ഫാദറിന്. അതേപോലെ ആൾ ട്രിനിറ്റി കോളേജിലും കേംബ്രിഡ്ജ് കോളേജിലൊക്കെയാണ് പഠിച്ചിരുന്നത്. ആളെപ്പോഴും അരിസ്റ്റോട്ടിലിൻ്റെ, അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അരിസ്റ്റോട്ടിൽ. വളരെ പണ്ടത്തെ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ പെട്ട അരിസ്റ്റോട്ടിലിൻ്റെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ അതിനൊക്കെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഫ്രാൻസിസ് ബേക്കൺ. ആളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ കാര്യങ്ങൾ പഠിച്ചറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള രീതിയോട് വളരെ ഡിസപ്പോയിൻമെൻറ്റ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അയാൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അയാളുടെ എസ്സേസ്. അതേപോലെ തന്നെ അയാളുടെ ഒരുപാട് വർക്ക്സും വളരെ ഫേമസ് ആയിട്ട് നമ്മളെല്ലാവരും അറിയുന്ന തരം വർക്ക്സും അയാൾ എഴുതിയിട്ടുണ്ട്. ദെൻ ലേറ്റർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ എസ്സേ ട്രഡീഷൻ്റെ ഫൗണ്ടറായിട്ടാണ് ഫ്രാൻസിസ് ബേക്കൺ അറിയപ്പെടുന്നത്. സോ ഹീസ് എ ഫൗണ്ടർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ ട്രഡീഷൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ഫ്രാൻസിസ് ബേക്കണിലൂടെയാണ്. ഇയാൾ ഫിലോസഫി, പ്രാക്ടിക്കൽ വിസ്ഡം, ലിറ്റററി എലഗൻസി ഇതിനൊക്കെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇയാളുടെ എസ്സേയിൽ കൊണ്ടുവന്നിരുന്നത്. എസ്സേ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിരിക്കും, എന്നാൽ ഒത്തിരി ഡെൻസ് മീനിങ് അടങ്ങിയിട്ടുള്ള നല്ല ഡെപ്ത് ഉള്ള എസ്സേസ് ആയിരിക്കും ഇയാളുടെ എല്ലാ റൈറ്റിങ്സിലും ഉണ്ടായിരുന്നത്. സോ ഓഫ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ വൈ ഓഫ് സ്റ്റഡീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ്? കാരണം അതിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അയാൾ അന്നത്തെ കാലത്ത് എഴുതി വെച്ചിട്ടുള്ളത്. സോ ടീച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് സ്റ്റഡീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്മാർട്ട് റീഡിംഗ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ ബാലൻസ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, ഇൻ്റലക്ച്വൽ ഡിസിപ്ലിൻ, ഈ 3 കാര്യങ്ങളാണ് മെയിൻലി ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയിലൂടെ ഫ്രാൻസിസ് ബേക്കൺ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് ചെറിയൊരു ബയോഗ്രഫി പോലെ പറഞ്ഞു ശേഷം നമുക്കിനി എസ്സേയിലോട്ട് കടക്കാം. ഓഫ് സ്റ്റഡീസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫേമസ് എസ്സേ ഫ്രം ബേക്കൺസ് എസ്സേ. ബേക്കൻ്റെ എസ്സേയിൽ പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയിൽ പെട്ട ഒരു എസ്സേ ആണ് ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1597 ഇതെന്ന് വെച്ചാൽ ഒരു ഡൈഡാറ്റിക് എസ്സേ ആണ്. ഡൈഡാറ്റിക് എസ്സേ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ടീച്ച് ചെയ്യാനും ഇൻസ്ട്രക്റ്റ് ചെയ്യാനുമുള്ള സംഭവങ്ങളായിരിക്കും ആ ഒരു എസ്സേയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുക. ചുമ്മാ ഒരു യാത്രാ വിവരണം ഒരു എസ്സേ ആക്കി എഴുതിയ പോലെ അല്ലെങ്കിൽ മറ്റുള്ള എന്തോ എഴുതിയ പോലെ ആയിരിക്കില്ല. ആളുകൾക്ക് ഇത് വായിച്ചാൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആളുകളെ തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊട്ടേഷൻസ് ഉള്ള എസ്സേസ് ആണ് ഈ ഒരു ഓഫ് സ്റ്റഡീസ് പോലുള്ള ഫ്രാൻസിസ് ബേക്കൻ്റെ മറ്റെല്ലാ എസ്സേസും. സോ ഇവിടുത്തെ ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ പേർപ്പസ് ഓഫ് റീഡിങ്ങിൻ്റെ പേർപ്പസ് എന്താണ്? ദ റൈറ്റ് വേ ടു സ്റ്റഡി, പഠിക്കാനുള്ള ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വേ ഏതാണ്? പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് നോളജ്, നമ്മൾ പഠിച്ചറിഞ്ഞിട്ടുള്ള തിയറി ബേസ് എത്രത്തോളം നമ്മുടെ പ്രാക്ടിക്കൽ വാല്യൂസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡേഞ്ചർ ഓഫ് ദ മിസ്യൂസ് ഓഫ് ലേണിംഗ്, ഓവർ ലേണിംഗ് സംഭവിച്ചാൽ എന്തൊക്കെയാണ് ഒരാൾക്ക് സംഭവിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇയാൾ ഈ ഒരു എസ്സേയിൽ ഉടനീളം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 3 പർപ്പസ് ഓഫ് സ്റ്റഡീസ്, പഠിച്ചാലുണ്ടാവുന്ന അല്ലെങ്കിൽ പഠിപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ. ഒരു മനുഷ്യൻ ആളുടെ വാല്യൂസ് എല്ലാം പഠിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ 3 ഫങ്ഷൻസ് ആണ് ഒരാൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൽ 3 ഫങ്ഷൻസാണ് അയാളുടെ ഉള്ളിൽ നടക്കുക. ഒന്നാമത്തെ കാര്യം ഡിലൈറ്റ്,
ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുന്ന സമയത്ത് റീഡിങ് ഗീവ്സ് പ്ലഷർ ആൻഡ് എൻജോയ്മെൻറ്റ്. ഒരാളൊരു ബുക്ക് വായിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്നൊരു എൻജോയ്മെൻറ്റും അതോടൊപ്പം ഒരു പ്ലഷറും കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പ്രൈവറ്റ് ലൈഫ് ആൻഡ് ലെഷർ ടൈം. നമുക്കിതൊരു പ്രൈവറ്റ് ലൈഫ് കീപ്പ് ചെയ്യാനും നമ്മുടെ ലെഷർ ടൈമിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീഡിങ് പോയിട്രി അല്ലെങ്കിൽ ഫിക്ഷൻ അല്ലെങ്കിൽ എസ്സേ, ഇതൊക്കെയും ഒരു പേഴ്സണൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. കാരണം ബുക്സ് ആർ ദ കമ്പാനിയൻസ് വെൻ വൺ ഇസ് അലോൺ. ഒരാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഏറ്റവും നല്ല കമ്പാനിയൻ ആരായിരിക്കണം എന്ന് വെച്ചാൽ അതൊരു ബുക്കായിരിക്കണം എന്നാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ കാഴ്ചപ്പാട്. സോ ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസിലെ ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത് വാല്യൂ ആൻഡ് പർപ്പസ് ഓഫ് സ്റ്റഡിയിങ്. പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വാല്യൂ, അതേപോലെ തന്നെ പഠിക്കുന്നതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്. ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ ഞാനൊരു ഇൻ്റലക്ച്വലാണ് അല്ലെങ്കിൽ ഞാനൊരു ഇൻ്റലിജൻ്റ് ആണ്, എനിക്ക് അത്രയും സുപ്പീരിയോറിറ്റി വേണം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്, ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ പഠിക്കേണ്ടത്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ മൈൻഡിൻ്റെയും ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഒരാൾ കുറച്ച് കാര്യങ്ങൾ തിയറി മാത്രം ഇങ്ങനെ പഠിച്ചു വെച്ചെന്ന് വെച്ചിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫ് യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവണമെന്നില്ല. സോ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴിയും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ പഠിപ്പ്, വിവരങ്ങൾ, അതൊക്കെ. സോ ലേണിംഗ് മസ്റ്റ് ബി പർപ്പസ്ഫുൾ ആൻഡ് ബാലൻസ്ഡ്. സോ ഇൻ്റലക്ച്വൽ പ്ലഷറും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയാണ് ഇയാൾ ഈ ഒരു പഠിപ്പിലൂടെ, ഈ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സോ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിരിക്കണം, അതിൽ പ്ലഷറും കിട്ടണം നമുക്ക്, എന്നാൽ അതോടൊപ്പം തന്നെ ഒരു എൻജോയ്മെൻറ്റും ആയിരിക്കണം. ദെൻ അടുത്ത കാര്യം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, ഉള്ളിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് വായിച്ചാൽ ആ ഒരു ബുക്കിൽ നിന്നൊരു കംഫർട്ടും ഒരു എൻജോയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമുക്ക് നമ്മുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാനും നമ്മുടെ ഇമോഷണൽ റിലീഫിനൊക്കെ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ പിന്നെ പറയുന്ന കാര്യമാണ് സ്റ്റഡീസ് ആസ് ഓർണമെൻറ്റ് ഇൻ കോൺവെർസേഷൻ. ഒരാൾ ഒന്നും അറിയാത്തൊരു വിഡ്ഢി നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും അത്യാവശ്യം പഠിച്ച് വിവരമുള്ള കുറച്ച് എബിലിറ്റി ഉള്ള ആൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. സോ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റഡീസ്, ദ സെക്കൻഡ് പർപ്പസ് ഓഫ് സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ബേക്കൺ ഈസ് ഓർണമെൻറ്റ്. ഒരാൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാൾക്കൊരു ഓർണമെൻറ്റ് പോലെയാണ്. കാരണം ലേണിംഗ് ഇംപ്രൂവ്സ് വൺസ് എബിലിറ്റി ടു സ്പീക്ക് എഫക്റ്റീവ്ലി ആൻഡ് പാർട്ടിസിപ്പേറ്റ് മീനിങ് കോൺവെർസേഷൻസ്. നല്ല നല്ല കോൺവെർസേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ സ്റ്റഡി എന്ന് പറയുന്ന നമ്മുടെ ഓർണമെൻറ്റ് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റാൾക്കാരുടെ മുന്നിൽ നമുക്ക് പോയി ഒന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതിൽ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോയിൻറ്റ്സ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റുക ഓൺലി നമ്മൾ ഈ ഒരു ഓർണമെൻ്റ് ആക്കിയിട്ട് നമ്മൾ പഠിപ്പിനെ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമാണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് ബേക്കൺ പറയുന്നത് സ്റ്റഡീസ് ആസ് എബിലിറ്റി ഫോർ പ്രാക്ടിക്കൽ ലൈഫ്. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സ്റ്റഡി ഈസ് എബിലിറ്റി, കഴിവ്. Bacon argues that studies sharpen judgment and enable people to manage affairs efficiently. കാര്യങ്ങളെ വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനും ആളുകളെ തന്നെ കൂടുതൽ ജഡ്ജ്മെൻ്റ് ആക്കാനും, അതേപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ അറിയുന്ന ഒരാളാക്കാൻ നോളജ് അത്യാവശ്യമാണ്. സോ നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ബുക്സിലൂടെയാണ്. സോ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ ലൈഫിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അവർ എന്താണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് എന്താണ്, അവരുടെ ആ ഒരു ലൈഫിൽ അവരെങ്ങനെയാണ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. സോ എബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റഡീസ് ഒരാളുടെ ജഡ്ജ്മെൻറ്റും ഡിസിഷൻ മേക്കിങ്ങും പ്രൊഫഷണൽ സ്കിൽസൊക്കെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ആളുടെ പബ്ലിക് ലൈഫിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, ഗവേണൻസിലാവട്ടെ. അപ്പോൾ പ്രാക്ടിക്കൽ അഫെയർസ് ഓഫ് ലൈഫിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദെൻ ബേക്കൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബുക്സിനെ കുറിച്ച്. അത് ഒരു മെറ്റഫറായിട്ട് നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: സം ബുക്സ് ആർ ടു ബി ടേസ്റ്റ്, അതേഴ്സ് ആർ ടു ബി swallowed, ആൻഡ് സം ഓഫ് ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റ്. ഇറ്റ് മീൻസ് സം ബുക്സ് ആർ ടു ബി ടേസ്റ്റ്. ചില ബുക്സ് നമുക്ക്
ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഫുഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഫുഡും നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. ചില ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ബുക്സും. ചില ബുക്സിനെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടി വരും. അതേഴ്സ് ടു ബി സ്വാലോഡ്. ചിലത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വരും. എങ്ങനെയെങ്കിലും കഴിച്ച് അവസാനിപ്പിക്കുക എന്നുള്ള ലെവലിൽ നമുക്കത് വിഴുങ്ങേണ്ടി വരും. ചില ഫുഡായിരിക്കും നമ്മൾ വളരെയധികം ആസ്വദിച്ച് ച്യൂ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന തരം ഫുഡ്. സെയിം അതേ മെത്തേഡൊക്കെ തന്നെയാണ് ബുക്കിലും നടക്കുന്നത്. ചില ബുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വിടേണ്ടി വരും. നമ്മുടെ ഒരു ടേസ്റ്റിന് പറ്റിയതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും. ചിലതാണെങ്കിൽ നമ്മൾ വായിച്ച് കഴിയാനായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അതിനോട് താല്പര്യവും ഇല്ല, എന്നാൽ അതിനെ കളയാനും തോന്നണില്ല. അപ്പോൾ നമുക്കതിനെ വിഴുങ്ങേണ്ടി വരും, സോളോവ്ഡ്. ആൻഡ് സം ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ചില ബുക്ക് നമ്മൾ വായിച്ചാൽ നമ്മളതിനെ ച്യൂ ചെയ്ത് ചവച്ചരച്ച് ഇറക്കിയ പോലെയാണ് നമുക്ക് തോന്നുക. മീൻസ് അത്രയും നമ്മൾ അതിനെപ്പറ്റി തറവ്ലി അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ബുക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വൈസായിട്ട് സെലക്ട് ചെയ്യുക. ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. ചില ബുക്സ് കാണുമ്പോൾ ചെറുതായിരിക്കും, അപ്പോൾ വായിക്കാൻ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ക്വാളിറ്റിയാണ് മാറ്റേഴ്സ്, നോട്ട് ക്വാണ്ടിറ്റി. അതാണ് ഈ ഒരു മെറ്റഫർ, ഇയാളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ബുക്സിലൂടെ ഇയാൾ ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത കാര്യം റീഡിങ്, ഡിസ്കഷൻ ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ്, റീഡിങ്, ഡിസ്കഷൻ, റൈറ്റിംഗ്, 3 കാര്യങ്ങളാണ് ആളുടെ പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് ആയിട്ട് അയാൾ പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ ഒരു ഫുൾ മാൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അയാൾ വായിക്കുന്ന ആളായിരിക്കണം. ദെൻ ഡിസ്കഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആളെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് കൊണ്ടാണ്. ഒരാളെ ക്വിക്കായിട്ട് തിങ്ക് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ ക്ലാരിറ്റീനെ ഡെവലപ്പ് ചെയ്യാനും ആളുടെ തോട്ടിൻ്റെ ഒരു പ്രിസിഷൻ, ആ ഒരു കറക്റ്റ്, ആ ഒരു കൂർപ്പ് പോലത്തെ ആ ഒരു തോട്ട്, വളരെ പ്രിസൈസായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ആ ഒരു കഴിവിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളില്ലാതെ ഒരാൾക്ക് ഇൻ്റലക്റ്റായിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല. റീഡിങ് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. റീഡിങ് അലോൺ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. പക്ഷേ 3 മറ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്കതിലൊരു ബെറ്ററായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ ടുഗെദർ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വെൽ റൗണ്ടഡ് ഇൻ്റലക്റ്റ് ആയിട്ട് മാറുള്ളൂ എന്നാണ് ബേക്കൻ്റെ കാഴ്ചപ്പാട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റഡി ആൻഡ് എക്സ്പീരിയൻസ്, അതാണ് ഇനി അടുത്ത പോയിൻ്റായിട്ട് ഈ ഒരു എസ്സേയിൽ പറയും. സോ ഇവിടെ പറയുന്നത് ബേക്കൻ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് സ്റ്റഡി മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമ്മൾ ചുമ്മാ കുറേ ബുക്കിഷ് നോളേജ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. റിയൽ വേൾഡിൽ നമുക്ക് ആ ഒരു നോളേജ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം. അതർവൈസ് നമ്മൾ ആ ഒരു നോളേജ് ഇൻകംപ്ലീറ്റ് ആണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് ലേൺ ചെയ്ത് വെച്ചതിൽ ഒരു കാര്യവുമില്ല. ട്രൂ വിസ്ഡം എന്ന് പറയുന്നത് എപ്പോഴും തിയറീനെ പ്രാക്ടീസ് വൈസ് ടുഗെദർ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ ട്രൂ വിസ്ഡം സംഭവിക്കുന്നത്. സോ ഏതൊരു സ്റ്റഡീസ് ആണെങ്കിൽ പോലും അതിൽ പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, പ്രോപ്പറായിട്ടുള്ള ലേണിങ്ങും വേണം. ഓൺലി ലേണിംഗ് എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ അതൊരു ബുക്കിഷ് നോളേജിൽ ഉൾപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കും. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിവുണ്ടായിരിക്കണം. ദെൻ പിന്നെ പറയുന്ന അടുത്തൊരു പോയിൻ്റാണ്, ഈ ഒരു എസ്സേയിൽ പറയുന്ന അടുത്ത പോയിൻ്റാണ് ദ ഡേഞ്ചർ ഓഫ് ഓവർ സ്റ്റഡിയിങ്. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളൊരു പഠിക്കാനോ മിസ്യൂസ് ചെയ്യാനോ നോളജിനെ തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും? സ്റ്റഡിയിങ് ടു മച്ച് വിത്തൗട്ട് അപ്ലൈയിങ് ഇറ്റ് ക്യാൻ മേക്ക് പേഴ്സൺ ഇംപ്രാക്ടിക്കൽ ആൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം റിയാലിറ്റി. ഒരാൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, പക്ഷേ അയാൾ അതൊന്നും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു മന്ദബുദ്ധി പോലെ ആയിട്ട് പോകുന്നതാണ് പറയുന്നത്. കാരണം അയാൾ ഒരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള മനുഷ്യനായിരിക്കും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ അങ്ങനെ പകച്ച് നിൽക്കാൻ അയാൾക്ക് കഴിയുള്ളൂ. ഹീ ഈസ് ഓൾസോ ക്രിട്ടിസൈസ് ബ്ലൈൻഡ് ഒബീഡിയൻസ് ടു ബുക്കിഷ് റൂൾസ്. എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ ബ്ലൈൻഡായിട്ട് ഒബീഡിയൻ്റ് ആവുക, അതിനനുസരിച്ച് പോവുക എന്നുള്ളത് ഒരു ബുക്കിഷ് റൂളാണ്. ചില ബുക്സ് വായിക്കുമ്പോൾ നമുക്കതിനോട് എഗെയിൻസ്റ്റായി നിൽക്കാനായിട്ട് തോന്നും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റിജിഡ് ആയിട്ടുള്ള തിയറീസ് ആവട്ടെ, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ നമുക്ക് എതിർക്കാനായിട്ട് പറ്റും.
പക്ഷെ നമ്മളത് എതിർക്കാതെ ഇംപ്രാക്ടിക്കലായിട്ട് അവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് നമുക്കൊരു മിസ്യൂസ് ഓഫ് നോളജ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. പേഴ്സ്യൂട്ട് ഓഫ് നോളജിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്താണോ നമ്മുടെ ഒരു സ്റ്റാൻഡ് അതിലെത്തണം. നമ്മൾ വായിക്കുന്ന ബുക്ക് ചിലപ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ട് ഒബീഡിയൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പ്രാക്ടിക്കൽ വൈസ് ഒരു കോമൺ സെൻസ് എല്ലാവർക്കും വേണം. അങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പഠിച്ചതിൽ നമുക്ക് അതൊരു ഡേഞ്ചറാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചു, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പഠിച്ചു വെച്ചത് കംപ്ലീറ്റ് നമുക്കൊരു ഡേഞ്ചറാണ്. ദെൻ ഇനി വരുന്ന ഒരു പോയിൻ്റ്, ലാസ്റ്റ് പോയിൻ്റാണിത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് സ്റ്റഡീസ് ആസ് റെമഡീസ് ഫോർ മെൻ്റൽ വീക്ക്നെസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് പലതരം സ്റ്റഡീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മെൻ്റൽ വീക്ക്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നമ്മളൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യില്ലേ സ്ട്രെങ്തൻ ചെയ്യാൻ ബോഡിനെ, സെയിം അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എക്സസൈസാണ് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മെൻ്റലി ഉള്ള നമ്മുടെ പ്രശ്നങ്ങളെ, മെൻ്റലി ഉള്ള നമ്മുടെ ഡിസ്റ്റർബൻസിനെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റഡീസ്. ദെൻ പിന്നെ പറയുന്നുണ്ട് ഹിസ്റ്ററി ഡെവലപ്സ് വിസ്ഡം, പോയിട്രി നറിഷസ് ഇമാജിനേഷൻ, mathematicians sharpens reasoning, and moral philosophy build ethical understanding. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ലെവലാണ് നമ്മുടെ ആ ഒരു എബിലിറ്റി ഇൻക്രീസ് ആവുക. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിസ്ഡം വൈസ് ആണ് ഇൻക്രീസ്, അല്ലെങ്കിൽ വിസ്ഡം വൈസ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഒരു പോയിട്രി ആണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമാജിനേഷനെ നറിഷ് ചെയ്യാനാണ് ആ ഒരു പോയിട്രിക്കുള്ള കഴിവ്. സോ നമ്മുടെ ഇമാജിനേഷൻ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്രീസ് വായിക്കാം. ഇനി നമുക്ക് നമ്മുടെ റീസണിങ് പവർ ഷാർപ്പൻ ചെയ്യാനാണെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മോറലായിട്ടുള്ള ഫിലോസഫീസോ മറ്റോ വായിച്ചാലും മതി. സോ ഈ ഒരു നോളജിലൂടെ, അതായത് ഈ ഒരു ഓഫ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു എസ്സേയിലൂടെ ബേക്കൺ പ്രസൻറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആസ് എ ഫോം ഓഫ് മെൻ്റൽ ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഒരാളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും മെൻ്റൽ ഡിസിപ്ലിനും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിലൂടെ ബേക്കൺ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇത്രയാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ചെറിയ ചെറിയ നോട്ട്സൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ലെസനാണ് ഈ ഒരു ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ്. ഇതിൽ മെയിനായിട്ട് 8 പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഒന്നാമത്തെ പോയിൻറ്റ് വാല്യൂ ആൻഡ് പർപ്പസ് ഓഫ് സ്റ്റഡിങ്, പഠിക്കുന്നതിലുള്ള വാല്യൂ, അതേപോലെ പഠിക്കുന്നതിൻ്റെ പർപ്പസ്. നമ്മൾ പറഞ്ഞു ഡിലൈറ്റ്, ഓർണമെൻറ്റ്, അതേപോലെ എബിലിറ്റി, ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. ദെൻ 5ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് പ്രോപ്പർ മെത്തേഡ് ഓഫ് റീഡിങ്. ചില ബുക്സ് നമുക്ക് വായിച്ച് വിടാൻ പറ്റും, ചിലത് നമുക്ക് സ്വാലോ ചെയ്യേണ്ടി വരും, ചിലത് നമുക്ക് ച്യൂ ചെയ്യേണ്ടി വരും, ചിലത് നമുക്ക് ഡൈജസ്റ്റ് ആവും. സോ ഇതൊരു മെറ്റഫറാണ്. എല്ലാ ബുക്കും സെയിം ലെവൽ ഓഫ് അറ്റൻഷൻ ഡിസർവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ചിലതാണെങ്കിൽ ഡിസർവ് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ചിലതാണെങ്കിൽ നമുക്ക് സീരിയസ്നെസ് ഒട്ടും ആവശ്യമില്ലാതെ സില്ലിയാക്കി വിടേണ്ടി വരും. സോ റീഡ് ഇൻ്റലിജൻ്റ്ലി റാദർ ദാൻ എക്സസീവ്ലി. ഒരുപാട് വായിച്ചു എന്നുള്ളതല്ല, ഇൻ്റലിജൻ്റായി വായിക്കുക എന്നുള്ളതിലാണ്. ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ബുക്ക് റീഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നുണ്ട് 5ാമത്തെ പോയിൻ്റായിട്ട്. ദെൻ 6ാമത്തെ പോയിൻ്റ് പറയുന്നത് ആ ഒരു 3 ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസാണ്, വിച്ച് മീൻസ് റീഡിങ്, ഡിസ്കഷൻ, റൈറ്റിംഗ്. ഈ 3 കാര്യങ്ങളും എത്രത്തോളം ഇങ്ങനെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം ക്ലബ് ചെയ്തിരിക്കുന്നു, എത്രത്തോളം ക്ലബ് ചെയ്താലാണ് അയാൾക്കത് പ്രാക്ടിക്കൽ വൈസ് അയാളുടെ ഒരു വെൽ റൗണ്ട് ഇൻ്റലക്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് കഴിവുണ്ടാവുക എന്നൊക്കെ ആ ഒരു റീഡിങ്, ഡിസ്കഷൻ, റൈറ്റിംഗ് എന്നുള്ള പോയിൻറ്റ്സിൽ പറയുന്നുണ്ട്. റീഡിങ് ഒരാളെ നോളജബിൾ ആക്കും, ഡിസ്കഷൻ ഇമ്പ്രൂവ് ചെയ്യും, ക്വിക്ക് തിങ്കിങ് ഒക്കെ, റൈറ്റിംഗ് ഒരാളുടെ പ്രിസിഷൻ ഓഫ് തോട്ട് ഇൻക്രീസ് ചെയ്യും, ഈ വക കാര്യങ്ങൾ. ഇതിന് 7ാമത്തെ പോയിന്റിൽ സ്റ്റഡി, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, ഇവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ എന്താണ്. ചുമ്മാ കുറേ ബുക്കിഷ് നോളജ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, റിയൽ വേൾഡിൽ അത് അപ്ലൈ ചെയ്യാൻ അറിയണം എന്നുള്ള ആ പോയിന്റ് ഇവിടെയാണ് പറയുന്നത് 7ാമത്തെ പോയിന്റിൽ. ദെൻ 8ാമത്തെ പോയിന്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഡേഞ്ചർ ഓഫ് ഓവർ സ്റ്റഡി. ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചാൽ എന്താണ് സംഭവിക്കുക, ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചു പക്ഷെ അതെവിടെയും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറാണ്.
എല്ലാ ബുക്കിനോടും ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ബുക്കിഷ് റൂളാണ്. അതെന്നെ അങ്ങനെ എന്താ പറയുക, ആ ഒരു റൂൾ ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും ആവശ്യം. അതൊക്കെയും ഡേഞ്ചർ സൈഡാണ്. ഓവർ സ്റ്റഡി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് വന്ന് പോയിട്ടുള്ളത്. ദെൻ 9th പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ റെമഡീസ് ഫോർ മെൻ്റൽ വീക്ക്നെസ്. നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുക്സ് വായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ബോഡീനെ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ഇൻ്റലക്ച്വൽ എക്സസൈസാണ് ഈ റീഡിങ്, റൈറ്റിംഗ്, ഡിസ്കസിങ് ഒക്കെ. സോ അങ്ങനത്തെ ഇൻ്റലക്ച്വൽ എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ഫെസിലിറ്റീസിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സ്റ്റഡീസിൻ്റെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഇന്നതാവാം, പോയിട്രി പഠിക്കുകയാണെങ്കിൽ ഇമാജിനേഷൻസ് ഇൻക്രീസ് ചെയ്യാം, മാത്തമാറ്റിക്സ് ആണെങ്കിൽ റീസണിങ് ഇൻക്രീസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ. സോ ഇതൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മേജറായിട്ടുള്ള കുറച്ച് 8 പോയിൻറ്റ്സ് ആണ് ഉള്ളത് മെയിൻലി. അപ്പോൾ ആ 8 പോയിൻറ്റ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ താങ്ക് യു.